എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. മാങ്ങ അച്ചാർ പല വിധത്തിൽ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ രുചികരമായ ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി 2 മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കാം. ഇതിപ്പോൾ ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കി അരമണിക്കൂർ മാറ്റി വെക്കാം. ഈ ടൈമിൽ നമുക്ക് കടുകും ഉലുവയും ഒന്ന് വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടാൻ തുടങ്ങി. ഇനി 1 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കണം. ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് രണ്ടും ആറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇനി പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചെടുക്കാം. അച്ചാറുണ്ടാക്കുമ്പോൾ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം. എണ്ണ ചൂടായി. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങി. ഇനി 6 വെളുത്തുള്ളി അല്ലി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് മിക്സാക്കാം. ഇനി സ്റ്റവ് ഓഫാക്കി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫാക്കിയത് എന്താണെന്നറിയോ? എണ്ണ നല്ലോണം ചൂടായാൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും. ഈ ചൂടുള്ള എണ്ണയിൽ തന്നെ മസാലപ്പൊടികൾ മൂപ്പിച്ചെടുക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി കടുകും ഉലുവയും പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ കായപ്പൊടിയാണ്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി മാങ്ങ ഇട്ട് കൊടുത്ത് മാങ്ങയും മസാലയും നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയായി. അങ്ങനെ വളരെ രുചികരമായ മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഈ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ ചോറിന് കറി തന്നെ വേണ്ട. അത്ര നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.